ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഗ്ലോബൽ വില്ലേജ് കാണാനായിട്ടാണ് പോകുന്നത്. ഗ്ലോബൽ വില്ലേജ് ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അതെന്താണെന്നുള്ളത് എനിക്കും കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മളിപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണും കൃത്യമായിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഗേറ്റിൻ്റെ പുറത്താണുള്ളത്. നമ്മൾ ഈ പുറകെ കാണുന്ന ഈ ഒരു ബസ്സിനാണ് നമ്മൾ വന്നത്. ഇത് സാധാരണ നമ്മൾ കയറുന്ന RTA ബസ്സല്ല. ഇതിന് ഇച്ചിരി ചാർജും കൂടുതലുണ്ട്. സെൻറ്റർ പോയിൻ്റ് എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് ഈ ബസ് കിട്ടും. ഇതിന് കയറി ഇരുന്നാൽ ഒറ്റ സ്റ്റോപ്പേ ഉള്ളൂ, നേരിട്ട് ഇവിടെ കൊണ്ടുവന്നാവും. ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. അപ്പം അങ്ങനെ നമ്മളിതിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. അവിടെ നമുക്കായിട്ട് ടിക്കറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആളെ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് പരിചയപ്പെടാം. ആളെൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ അവനാണ് എനിക്ക് ഇതിനു വേണ്ടി ടിക്കറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആളുടെ ഒരു ഷോപ്പ് അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് ബാക്കിയൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം കേട്ടോ. അൻഷാദ് അലി എന്നിട്ട് ഇതാണ് അൻഷാദ് അലി, എൻ്റെ ക്ലാസ്മേറ്റ് ആണ്. ഓക്കെ, ഇത് ഹാപ്പിനെസ് ഗേറ്റ്. അതിനെന്താ പ്രത്യേകത ഉള്ളത്? ഇല്ല, 3 മെയിൻ ഗേറ്റുകളിൽ ഒരു ഗേറ്റാണ് ഈ ഹാപ്പിനെസ് ഗേറ്റ്. ഓക്കെ, പിന്നെ വേൾഡ് ഗേറ്റ്, ഹാപ്പിനെസ് ഗേറ്റ്, കൾച്ചറൽ ഗേറ്റ്, അതിലൊരു ഗേറ്റാണ്. അങ്ങനെ പേരിട്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ എന്തെങ്കിലും പ്രത്യേകത എന്നത് ലാസ്റ്റ് ഇയറിൽ ഹാപ്പിനെസ് സ്ട്രീറ്റ് ആണ്. ഓക്കെ, കംപ്ലീറ്റ് ഓഫ് എന്താ പറയുക, ഫുഡും ടിക്കറ്റ് ചാർജ് എല്ലാം ഒരേപോലെ തന്നെ അല്ലേ? 21 ഇതാണ് ഗ്ലോബൽ വില്ലേജ്. ഞാൻ ക്രിസ്റ്റീൻ്റെ വളരെ അടുത്ത സുഹൃത്ത്, പേര് അൻഷാദ്. ഇവിടെ ഞാൻ ബിസിനസ് ചെയ്യുന്നുണ്ട്, കുറേ ചെറിയ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിവരണങ്ങളൊക്കെ ക്രിസ്റ്റി തരും. പിന്നെ ഇവിടെ 3 ഗേറ്റ്സാണ് മെയിനായിട്ടുള്ളത്. ഗേറ്റ് ഓഫ് ദ വേൾഡ്, കൾച്ചറൽ ഗേറ്റ്, അതുപോലെ ഹാപ്പിനെസ് ഗേറ്റ്. ഇപ്പോൾ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ ക്രിസ്റ്റി നിൽക്കുന്നത് ഗേറ്റ് ഓഫ് ദ വേൾഡിലാണ്. ലോകത്തുള്ള എല്ലാ അത്ഭുതങ്ങളും ഇവിടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളുടെയൊക്കെ പിന്നെ കൾച്ചറും അതേപോലെ ഷോപ്പിങ്ങും ഫുഡും ഇതെല്ലാം ഒരൊറ്റ സ്പേസിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ലോകത്തിൽ തന്നെ ഏറ്റവും നല്ല സ്ഥലം ഇവിടെയാണ്, ഗ്ലോബൽ വില്ലേജാണ്.
Türkiye buyurun. Merhaba abi. Hoş geldin. Kahve Türkiye. Turkish Cafe. ഒരു ടൈപ്പ് കോഫിയാണ് കേട്ടോ. മണൽ ചൂടാക്കിയിട്ട് അതിനകത്തിട്ട് ആ വെള്ളം തിളപ്പിക്കാനാണ് ഈ കാണുന്നത്. നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ടർക്കിഷ് ഐസ്ക്രീമാണ്. നമ്മൾ ആ ആക്ഷൻസ് ഒക്കെ കാണിച്ച് Come buraya, come. Come buraya. അങ്ങനെ Come buraya. Hadi. Hadi. Come buraya. Allah يبارك له, Allah يبارك له. يا بوريد. Welcome Arabic ice cream, #1 in Syria. Welcome. Boza. Welcome. Kunafa. 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 Oh.
city streets, we began to feel the fire. We rise like tall buildings as the chemicals, they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night
the top. We're gonna be two hearts running wild. Now the morning is the afternoon. We lay awake in bed. The laugh so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the Where is my morning? Where is my morning? Oh, give me your bag. Give me your bag. Oh, give me your bag. Wow. The moonlight, summer sky, it was the best we ever had. I'm a better view than the kebab. We already have it. Welcome. What's your name? Georgia, what's your name? My name is Christy. Nice to meet you. Handshake. Bye. Bye. ഐറാൻ ഒരു തരം മോരാന്നല്ലേ? അതെ അതെ അതെ. ഐറാൻ Iron. എനിക്കിത് ബോസ്നിയൻ കബാബ്. ബോസ്നിയൻ കബാബ്. അടിപൊളിയല്ലേ? And we'll stay young forever. We'll never have regrets. We wanna chase the night, wanna dance to the light, pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be two hearts running wild. We're gonna be. We're gonna be two hearts running wild. आप देख रहे हैं ख्वाब कहाँ चल दिए जनाब, और हमारे पास में है कबाब. यस, दिस इज बाबू टाउन. आई एम लुक लाइक ऑफ बॉलीवुड जूनियर अमिताभ बच्चन. Senior. सीनियर इन बॉम्बे. आई एम रियली जूनियर. कहाँ से आया तुम? मैं केरला से. केरला. वेलकम. Thank you. ഇപ്പഴാ വന്ന് നമ്മൾ ഇന്ത്യൻ ഇതിന് പവിലിയൻ എന്നാ പറയുന്നത്. പവിലിയൻ അല്ലത്. ഇന്ത്യൻ പവിലിയനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ അൻഷാദ് അലിയുടെ സ്പൈസസ് സ്റ്റോർ.
ഈ ഗ്ലോബൽ വില്ലേജ് എത്ര മണി വരെയുള്ള? ഇത് വീക്ക് ഡേയ്സിൽ 12 മണി വരെയും വീക്കെൻഡ്സിൽ 1 മണി വരെയും. അഥവാ ഇന്നിപ്പോ വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് 1 മണി വരെ. 1 മണി വരെ അല്ലേ? ഇപ്പൊ 1 മണി ആയല്ലോ. അതെ, ഇത് നമ്മളൊരു ഷോപ്പാണ്. ഇത് അൻഷാദിന്റെ മറ്റൊരു ഷോപ്പാണ്. ഫ്ലേവേഴ്സ് ഓഫ് സിലോൺ. നമ്മൾ ശ്രീലങ്കയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്ന 10ഓളം വെറൈറ്റി ടീസ് ആണ്. ഇതെല്ലാം ചായ? എല്ലാം ചായ. ഇത് സ്മെല് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. വൺ ഓഫ് ദി ബെസ്റ്റ് ടീ. ഇത് വെറി ബൂസ്റ്റർ ഉണ്ട്. ഇതെല്ലാം ഓരോരോ പർപ്പസിനുള്ളതാണ്. ഒന്ന് സ്ലിമ്മിങ്ങിനുള്ള ഉപയോഗിക്കുന്നുണ്ട്, അതേപോലെ നമ്മൾ റിലാക്സേഷന് വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ നന്നായി ഉറക്കം കിട്ടാൻ, പിന്നെ എന്താ പറയുക നല്ല ഫ്ലേവറി ആയിട്ടുള്ള അങ്ങനെയുള്ള കുറേ സംഭവങ്ങളാണ് ഈ ടീമിലുള്ളത്. ശരിക്കും ഒറിജിനൽ സാധനം തന്നെയല്ലേ നല്ല സ്മെല്ലുണ്ട്, അടിപൊളി സ്മെല്ല. എനിക്ക് ഇത് ഏതായിരുന്നു സ്മെല്ല്? ഇത് നല്ല രസമുണ്ടായിരുന്നു. ഇത് ബട്ടർഫ്ലൈ ടീ. ബട്ടർഫ്ലൈ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് ടീ ആണ്. ഇതിന്റെ ഫ്ലേവർ അറബിയാണ്. ഇത് അറബികൾക്കൊക്കെ ഇത് ടിന്നിൽ വരുന്നുണ്ടോ? ഇത് ഞങ്ങൾ പാക്സ് ആക്കിയിട്ടുണ്ട്. ഇത് പുറത്ത് മാർക്കറ്റിൽ കിട്ടുമോ? ഇല്ല, നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നില്ല, ഗ്ലോബലിലേക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യും. ആണല്ലേ? അപ്പോൾ എല്ലാവരും ഗ്ലോബൽ വില്ലേജിൻ്റെ കാഴ്ചകൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ട്രൈപോഡൊന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടാവും വിഷ്വൽസിന്, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പക്ഷെ എന്നാലും നമുക്ക് ഈ സഹായമൊക്കെ ചെയ്തു തന്നത് അൻഷാദലിയാണ്. അൻഷാദലി എൻ്റെ ക്ലാസ്മേറ്റാണ്. ഞങ്ങൾ ഒരുമിച്ച് +2 പഠിച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ വലിയ മുതലാളിയായി. അങ്ങനെയൊന്നും പറയുന്നത്. അപ്പോൾ ഗ്ലോബലിലുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാനും എൻ്റെ സുഹൃത്ത് നസീർ ഗസാലിയും തുടങ്ങിയിട്ടുള്ള റൽവാൻ അൽഖറിയ എന്നുള്ളൊരു കമ്പനി. ഗ്ലോബലിൽ ഒരുപാട് തരത്തിലുള്ള കാഴ്ചകൾ നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കുറേയധികം പവലിയൻസ് ഉണ്ട്. ആ പവലിയനിലൊക്കെ ഓരോരോ പവലിയനും ഓരോരോ കൾച്ചറുണ്ട്, ഓരോരോ പിന്നെന്താ പറയുക ഫുഡ് വെറൈറ്റീസ് കാണാൻ പറ്റിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. അതേപോലെ പിന്നെ ഓരോരോ ഷോപ്പിംഗ് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. ഇത് പിന്നെ വ്യത്യസ്തമാണ്. ഇവിടെ എല്ലാ ഓരോരോ ചുമരുകൾക്കപ്പുറവും വ്യത്യസ്തമായിട്ടുള്ള നിറങ്ങളും കാഴ്ചകളിലാണ് ഗ്ലോബൽ വില്ലേജ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളത്, എത്തിപ്പെട്ടു കഴിഞ്ഞാൽ വേറെ ഒരു ലോകത്തെത്തിയ ഫീലിംഗ് ആണ്. നമ്മൾ ഏതാ രാജ്യം എന്ന് നമുക്ക് തന്നെ മനസ്സിലാവില്ല. നമ്മൾ UAE-ലാണ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇരിക്കുന്നത് വേറെ ഏതോ രാജ്യത്താണ്. ഏതോ രാജ്യങ്ങളിൽ പോയ പോലെ. ഇപ്പോൾ ഇന്ത്യൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അതിന് ക്രിസ്റ്റി പറഞ്ഞു, എടാ ഇന്ത്യയിൽ പോയൊരു മണമെന്ന്. അപ്പോൾ അതേപോലെ ഓരോ പവലിയൻ്റെ ഉള്ളിൽ കയറുമ്പോഴും ഒരു വ്യത്യസ്തമായ അനുഭവം ഉണ്ടാവും. ഇവിടെ വരുന്ന ഓരോ സഞ്ചാരികൾക്കും ഗ്ലോബൽ വില്ലേജ് ഭയങ്കരമായ കാഴ്ചയാണ് തരിക. ഒന്നാമത് നിങ്ങൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ഇന്ത്യൻ ചാറ്റ് ബസാറ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് സ്ട്രീറ്റ്, ഫിയസ്റ്റ സ്ട്രീറ്റ്, കൾച്ചറൽ ഗേറ്റിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റുകൾ, ഇങ്ങനെയുള്ള ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ കുറേ സ്ട്രീറ്റുകൾ, വിവിധ തരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സ്. ഞാനും ക്രിസ്റ്റിയെല്ലാം ഇന്ന് ട്രൈ ചെയ്തിട്ടുള്ള ബോസ്നിയൻ കബാബ്. എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇതിന് മുന്നേ ക്രിസ്റ്റി ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഗ്ലോബൽ വില്ലേജ് തരണം. ലോകത്തിൽ തന്നെ എല്ലാവരും ഇട്ടുതൂക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ല അടിപൊളി ഡെസ്റ്റിനേഷനാണ് ഗ്ലോബൽ വില്ലേജ്. ഗ്ലോബൽ വില്ലേജിൽ ഒരു സഞ്ചാരി എത്തിക്കഴിഞ്ഞത് മുതൽ ഇറങ്ങിപ്പോകുന്നവരെയുള്ള സർവീസ് ആക്ടിവിറ്റീസ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബിസിനസ് പാർട്ട്ണറാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതുപോലെ കാഴ്ചകളും കൗതുകങ്ങളും, ഇപ്പോൾ ഇവിടെ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു അഡ്വഞ്ചർ ലാൻഡ് ഉണ്ട്, അതേപോലെ കാർണിവൽസ് ഉണ്ട്,
പിന്നെ അതുപോലെ ഒരു മിനി വേൾഡ് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പിന്നെ ചിൽഡ്രൻസ് പാർക്കുകളുണ്ട്, പിന്നെ എന്ന് തുടങ്ങി ഒരുപാട് പിന്നെ ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ കൾച്ചർ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കൾച്ചർ, ഓരോ രാജ്യത്തിൻ്റെ കൾച്ചർ ഊതിക്കാട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ കാഴ്ച. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ വരാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു അൻഷാദ് അലി. ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്പോൺസർ ചെയ്ത് അൻഷാദാണ്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല, യാദൃശികമായിട്ടാണ് അൻഷാദ് ഇവിടെ ഉണ്ടെന്ന് പോലെ അറിഞ്ഞത്. പിന്നെ അങ്ങ് വന്നു, നമുക്കിവിടെ ഒരു എൻട്രി പാസ്സൊക്കെ എടുത്ത് തന്നു. ഏതായാലും ഇന്നത്തെ എൻ്റെ കാര്യങ്ങൾ ഫുള്ള് അൻഷാദാണ് ചെയ്തു തന്നത്. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും അൻഷാദിൻ്റെ ബിസിനസ്സിന് നേരുന്നു. താങ്ക് യു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.